ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് ചാർട്ട് പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് കളറിലെ ചാർട്ട് പേപ്പറാണ് എടുത്തേക്കണേ. അതിൽ നിന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 29.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ളൊരു സ്ക്വയറാണ് കട്ട് ചെയ്തെടുത്തേക്കണേ. പിന്നെ അളവൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 4 സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കാം. കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ 4 സൈഡിൽ നിന്നും കറക്റ്റ് 4 സെൻറ്റിമീറ്ററിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് വിചാരിക്കുന്ന രീതിയിൽ കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സൈഡിലായിട്ട് നമ്മൾ 4 സെൻറ്റിമീറ്ററിലൊന്ന് മാർക്ക് ചെയ്തെടുത്തില്ലായിരുന്നോ, അവിടെ ആയിട്ട് ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇനി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും 2 സൈഡ് എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ ആയിട്ട് ഇതുപോലെ നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ 4 സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഓരോ സ്ക്വയർ ഷേപ്പിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തില്ലായിരുന്നോ, അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആ ഒരു വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടും. അങ്ങനെ 4 സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 സൈഡൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഒരു സൈഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 4 സൈഡൊന്ന് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ 4 സൈഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രോയിങ്സോ പെയിൻറ്റിങ്സോ ഒക്കെ നമുക്ക് ഇതുമേലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ്സ് ഒക്കെ ഈ ഒരു രീതിയിലാക്കി എടുക്കാം. എന്നിട്ട് വോളിലേക്കായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുമേലായിട്ട് നമ്മൾ ഫോട്ടോസൊന്നും ഒട്ടിച്ച് കൊടുക്കണില്ല, പകരം ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അവിടെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ അതൊന്നുകൂടി തിക്കായിട്ട് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തില്ലായിരുന്നോ, അത് നമ്മളൊന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് മാർക്കർ പെൻ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാശ് കൊടുത്തിട്ട് ഇതുപോലത്തെ വാൾ ഡെക്കേഴ്സൊക്കെ വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ ഇനി അധികം കാശൊന്നും ചിലവാക്കേണ്ട, ഇതുപോലെ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ A4 ഷീറ്റിലായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ മിനി ഫ്രെയിംസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.